പീഡന പരാതി വിവാദങ്ങൾക്കിടെ ആർത്തിരമ്പുന്ന ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് വീണ്ടും വേടനെത്തി. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയതാണെന്നും എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും റാപ്പർ വേടൻ ആ വേദിയിൽ പറഞ്ഞു. പത്തനംതിട്ട കോന്നിയിലെ സംഗീത പരിപാടിക്കിടെയായിരുന്നു വേടൻ്റെ പ്രസ്താവന. തൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റേജ് ഷോ നടത്തുന്ന വേടനെ കാണാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു. ഒരു ദിവസം മുമ്പ് തന്നെ കോന്നിയിലെയും പത്തനംതിട്ടയിലെയും ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിച്ചവരും നിരവധിയാണ്. ഇന്നലെ രാത്രി നടന്ന റാപ്പ് ഷോ കാണാൻ രാവിലെ മുതൽ ആളുകൾ ഗ്രൗണ്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഉച്ചയോടെ തിരക്ക് നിയന്ത്രണാതീതമായതോടെ പോലീസ് ഗ്രൗണ്ടിൻ്റെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു. 1,000,000 ആളുകളെ മാത്രമാണ് ഗ്രൗണ്ടിൽ പ്രവേശിപ്പിച്ചത്. കോന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടി വീക്ഷിക്കാൻ വലിയ LED സ്ക്രീനുകളും സ്ഥാപിച്ചിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലൂടെ വേടനെ സ്റ്റേജിൽ എത്തിച്ചതും മടക്കിക്കൊണ്ടുപോയതും. ആ വേദിയിൽ വേടൻ പറഞ്ഞത് തൻ്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടായിരുന്നു, പിന്നീട് അത് സിലബസിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ ആ പാട്ട് എല്ലായിടത്തും താൻ പാടുമെന്നും എവിടെ നിന്ന് മാറ്റപ്പെട്ടാലും തൻ്റെ നാവിന് വിലങ്ങിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുമാണ്. പിന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വേടൻ പാടിയപ്പോൾ കാണികൾ ആർത്ത് വിളിക്കുകയായിരുന്നു. തുടരെ ഉണ്ടായ വിവാദങ്ങൾ വേടനെ തളർത്തുമോ, അല്ലെങ്കിൽ അയാളിലെ സ്വാഭാവികമായ ആ ഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ജനസാഗരത്തിന് മുന്നിൽ വീണ്ടും തൻ്റെ പൊള്ളിക്കുന്ന വരികളോടെ വേടൻ കത്തിക്കയറുന്നത് കണ്ടപ്പോൾ വിവാദങ്ങളൊന്നും അയാളെ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അയാളുടെ ആലാപനത്തിൻ്റെ മൂർച്ച കൂടിയിട്ടേയുള്ളൂ. ചെറുപ്പക്കാരിലും മുതിർന്നവരിലും കൃത്യമായി തൻ്റെ രാഷ്ട്രീയ ബോധ്യം പകർന്നു നൽകാൻ കഴിയുന്ന ഒരു പാട്ടുകാരനാണ് വേടൻ. പരാതികൾ നൽകി അയാളെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നലെ കോന്നിയിലെ കരിയാട്ടത്തിൽ നടന്ന വേടൻ്റെ ഉജ്ജ്വല പ്രകടനം. ഈ കോന്നിയിലെ കരിയാട്ടത്തിന് ഒരു ചരിത്രമുണ്ട്. പാണ്ടിനാട്ടിൽ നിന്ന് AD 75 കോന്നിയൂരിലെത്തി നാട്ടുരാജ്യം സ്ഥാപിച്ച ചെമ്പഴന്നൂർ കോവിലകക്കാർ കാട്ടിൽ നിന്ന് ലഭിച്ച ഒരു കുട്ടിക്കൊമ്പനെ സംരക്ഷിച്ച് കരിങ്കൊമ്പൻ എന്ന പേരിൽ വളർത്തിയിരുന്നു. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ ആനക്ക് ഒരിക്കൽ പോലും ചങ്ങല ഇട്ടിരുന്നതുമില്ല. ചോളന്മാർ തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ ഈ കോവിലകക്കാർ അവരുടെ ആസ്ഥാനം പന്തളത്തേക്ക് മാറ്റുകയും ആ കരിങ്കൊമ്പനെ കോന്നിയൂരിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ ദുഃഖിതരായ നാട്ടുകാർ പന്തളം കൊട്ടാരത്തിലെത്തി കരിങ്കൊമ്പനെ കോന്നിയൂരിന് തിരിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും രാജാവ് സമ്മതിച്ചില്ല. പിന്നീട് നാട്ടുകാർ തിരികെ പോന്ന ശേഷം ആ കൊമ്പൻ ഭക്ഷണവും ജലപാനവും ഇല്ലാതെ നിൽപ്പ് തുറന്നിരുന്നു. ഒടുവിൽ 21 ദിവസങ്ങൾക്ക് ശേഷം രാജാവ് കൊമ്പനെ കോന്നിയൂരിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. ആ കൊമ്പൻ്റെ തിരിച്ചുവരവിൽ സന്തോഷം കൊണ്ട് കോന്നിദേശം ഉത്സവപ്പറമ്പ് പോലെയായി. ആ നാട്ടുകാരെല്ലാം ആനയുടെ വേഷം കെട്ടി പന്തളത്തെത്തി കൊമ്പനെ സ്വീകരിച്ച് കോന്നിക്ക് കൊണ്ടുവന്നു. ഈ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായാണ് കോന്നിയിൽ കരിയാട്ടം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ കരിയാട്ടം ഇത്തവണ ഒരു വേടൻ ഷോ ആയി മാറിയിരുന്നു. അന്നത്തെ കുട്ടിക്കൊമ്പന് കിട്ടിയതിന് സമാനമായ സ്വീകരണമാണ് ജനങ്ങൾ വേടന് നൽകിയത്. ഇന്ന് തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കെയാണ് വേടൻ്റെ ഈ ഷോ നടന്നത്. വേടൻ്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കേസിൽ വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിടും. അതേസമയം പണം തട്ടാനായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പീഡന പരാതി എന്നാണ് വേടൻ്റെ വാദം.